പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ 2 വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം. കാരണം ഈ കമൻറ്റുകൾ ഒരു പക്ഷേ നാളെ നമ്മുടെ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ടാവും, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. ഈ വീഡിയോയിൽ അതിന് കാരണമായിട്ടുള്ള വിഷയങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ കൊടുക്കുന്നില്ല. കാരണം അവരെ അവഹേളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 2 വിഷയങ്ങൾ മാത്രം പറയാം. ആ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. ഒരാൾ കുറേ കാലമായി വഴി നടക്കുന്ന ഒരു പറമ്പ്, ഏകദേശം 50 മീറ്ററോളം വഴി നടക്കാനുണ്ട്. അത് മറ്റൊരാളുടെ പറമ്പിലൂടെയാണ് കടന്നു പോകുന്നത്. പറമ്പിൻ്റെ സൈഡിലൂടെ തന്നെയാണ്. ആ വീട്ടിൽ സുഖമില്ലാത്ത ഒരാളുണ്ട്. വർഷങ്ങളായി കിടപ്പ് രോഗിയാണ്. അവർ ആശുപത്രിയിലേക്ക് പോകുന്നതും അവരുടെ മറ്റ് നിത്യ എല്ലാ ആവശ്യങ്ങൾക്കും ഈ വഴി തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു സൗകര്യമില്ല. ഒരിക്കൽ അവർക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു. 1-2 ദിവസത്തെ ചികിത്സ അവിടെ നിന്ന് ചെയ്യേണ്ടി വരുന്നു. തിരികെ വന്നപ്പോൾ ആ വഴി അതിൻ്റെ ഉടമസ്ഥൻ കെട്ടിയടച്ചിരിക്കുന്നു. അവർക്ക് നടന്നു പോകാൻ ഒരു നിവൃത്തിയുമില്ല. അത് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്നവർ പറയുകയും, എന്നാൽ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് അവർ പഞ്ചായത്തിൽ പരാതി പറഞ്ഞു. പഞ്ചായത്തുകാർ RDO വിവരം അറിയിച്ചു. RDO വന്ന് അത് പൊളിച്ചു കൊടുത്തു. ആ വഴി നടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ഞാൻ ചോദിക്കുന്നത്, RDO വന്ന് ഈ വഴി പൊളിച്ചു കൊടുത്തത് ശരിയോ തെറ്റോ? അതുപോലെ അവരുടെ വഴി ആകെ ഉള്ള ഒരു ആശ്രയം ആ നടവഴിയാണ്. അത് തടഞ്ഞത് ശരിയോ തെറ്റോ? ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ നടവഴി ആരാണോ കെട്ടിയടച്ചത് അവരെ ഉടമസ്ഥയിലുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു വീട്ടിൽ കറണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇത് ആൻഡ്രോയിഡിൻ്റെ കാലത്ത് തോണ്ടിക്കളച്ച് ഇൻ്റർനെറ്റുമായി നടക്കുന്ന ഈ സമയത്തും തൊട്ടടുത്ത് വരെ, ഏകദേശം അടുത്ത് വരെ, ഒരു 50 മീറ്റർ 75 മീറ്റർ അടുത്ത് വരെ വൈദ്യുതി വന്ന് നിൽക്കുന്നു. അതിൻ്റെ തൊട്ടുപുറത്ത് ഒരു കാലിട്ട് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് കറണ്ട് എത്തും. പക്ഷെ അതിന് അവർ സമ്മതിക്കുന്നില്ല, മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല. മറ്റു മാർഗങ്ങളിലൂടെ വൈദ്യുതി വരാൻ മാർഗവുമില്ല. അതായത് വൈദ്യുതി ഇല്ല. ഈ ആധുനിക കാലത്ത് വൈദ്യുതി ഇല്ലാത്ത ഏക വീട് എന്ന് വേണമെങ്കിൽ പറയാം. സാധുക്കളാണ്, പാവങ്ങളാണ്, മറ്റു മാർഗങ്ങൾ തേടാൻ അവർക്ക് മാർഗവുമില്ല. അതുകൊണ്ട് അത് അങ്ങനെ കിടക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇടുക്കിയിലെ കറണ്ട് ആരുടെയൊക്കെയോ പറമ്പിലൂടെ ഏത് വഴിയൊക്കെയോ വരുന്നതാണ്. ആരുടെ പറമ്പിൻ്റെ മുകളിലൂടെയാണ്, ഏത് കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നതെന്ന് നമുക്കൊന്നും അറിയില്ല. പക്ഷേ ഏതായാലും അത് അവസാനം എത്തി നമ്മുടെ പറമ്പിൽ എത്തി നിൽക്കുന്നു. നമ്മുടെ പറമ്പിൽ എത്തുന്നതിന് മുമ്പ് പലരുടെയും പറമ്പ് കടന്നുമാണ് വന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് തൊട്ടടുത്ത ആ വീട്ടുകാരന് കൂടി ഒന്ന് വെളിച്ചം കണ്ടോട്ടെ, അല്ലെങ്കിൽ അയാൾ കൂടി അതൊന്ന് അനുഭവിക്കട്ടെ എന്ന് കരുതാത്തത്? ആ പാവപ്പെട്ട കുടുംബത്തിന് വൈദ്യുതി തൻ്റെ പറമ്പിലൂടെ കൊടുക്കാൻ സാധിക്കില്ല എന്ന് എടുത്ത നിലപാട്, ആ പറമ്പ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്, അതുകൊണ്ട് കൊടുക്കില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് അവകാശവുമുണ്ട്. ആ നടപടി ശരിയോ തെറ്റോ? ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ ഈ 2 സന്ദർഭങ്ങളിലും അതിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് അത് തടയുന്നത്. കാരണം പൂർണ്ണമായും അവരുടേത് തന്നെയാണ്. അപ്പോൾ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുമല്ലോ. ചിലരുടെയൊക്കെ മനസ്സ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നതുകൊണ്ട് അത് മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു.